നമ്മളിപ്പോൾ ഉള്ളത് കാൻസാസ് സിറ്റി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് കേട്ടോ. അത്യാവശ്യം എല്ലായിടത്തും മഞ്ഞ് വീണ് തുടങ്ങി. നല്ല മഞ്ഞാണ് കേട്ടോ. കാൻസാസ് സിറ്റി, ഇൻഡ്യാന, ഷിക്കാഗോ, മിനസോട്ട ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ. വിസ്കോൺസിന്, അതേപോലെ വാഷിങ്ടൺ, ന്യൂയോർക്ക് സിറ്റി, ന്യൂജേഴ്സി എല്ലായിടത്തും നല്ല മഞ്ഞ് വീഴ്ചയാണ്. സോ അപ്പം എന്തെങ്കിലും നല്ല ചൂടോടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ കുക്ക് ചെയ്യാനുള്ള ഉണ്ടല്ലോ, സ്റ്റൗവിൻ്റെ ഗ്യാസ് തീരാറായിരുന്നു കേട്ടോ. ഒരു കുറ്റി കൂടെ ഉള്ളായിരുന്നു. ഇത് ബ്യൂട്ടൈൻ ഗ്യാസാണ് കേട്ടോ. നിങ്ങൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയ സാധനമാണിത് കേട്ടോ. അതിൻ്റെ സ്റ്റൗവിന് ഏകദേശം $25 ആകത്തുള്ളൂ. പിന്നെ ഈ ഒരു ക്യാനിന് 4 ക്യാൻ നമ്മൾ മേടിച്ചല്ലോ, ഒരു ക്യാനിന് $2.5 വരത്തുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഒരു $10-11 നിൽക്കും, ടാക്സോടെ ചേർത്തിട്ട്. പിന്നെ ഇത് കൊതുകിനുള്ള ഇതാണ് കേട്ടോ. ആ റെപ്പലെന്ന് പറഞ്ഞ സാധനം സൂപ്പർ സാധനമാണ്. അത് അടിച്ചാൽ കൊതുക് അടിക്കത്തില്ല. ഇത് തോക്കുകളുടെ ശേഖരമാണ് കേട്ടോ. വാൾമാർട്ടിൽ നമുക്ക് തോക്ക് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഇത് ലൈസൻസ് വേണം അതിന് കേട്ടോ. സോ ഇത് നമ്മുടെ കൊഞ്ചാണ് കേട്ടോ. കൊഞ്ച് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് അതിനെ കുട്ടപ്പനാക്കി എടുക്കുക. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന കൊഞ്ചാണ്. സവാള അരിയാണ് കേട്ടോ. സവാള അരിയുമ്പോൾ കണ്ണരിയായിരിക്കാൻ വേണ്ടി നമ്മൾ സവാളയിൽ കണ്ണടച്ച് വെച്ചാൽ മതി. കണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ കണ്ണ് ഇരിക്കത്തില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ കുറേ നാളായി സവാള ഇങ്ങനെ അരിഞ്ഞിട്ട്, അപ്പം കണ്ണ് ഇരിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് നോക്കാൻ, ഈ കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു ദ്രാവകം വരും, അത് വെച്ചാണ് നമ്മുടെ കണ്ണ് ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങോട്ട് നോക്കാതിരുന്നാൽ മാത്രം മതി. അത് പക്ഷേ കൈ നോക്കണം കേട്ടോ. കൈ നോക്കി കട്ട് ചെയ്യണം. അത് പയ്യെ പ്രാക്ടീസ് ചെയ്താൽ മതി. പയ്യെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കണ്ണിരിക്കത്തില്ല. സോ സിമ്പിളായിട്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സവാള പിന്നെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം സവാള കട്ട് ചെയ്യണം കേട്ടോ. ഈ തക്കാളി ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യണം. ഈ പച്ചമുളകും തക്കാളിയും ലാസ്റ്റ് കട്ട് ചെയ്യണം. അത് സവാള കട്ട് ചെയ്താൽ മാറ്റുക കേട്ടോ. ആദ്യം തക്കാളി കട്ട് ചെയ്താൽ കട്ടിംഗ് ബോർഡ് ഫുള്ള് വെള്ളം പോലെ ആവും. പിന്നെ അവിടെ മൊത്തം ക്ലീനാക്കാൻ നടക്കണം. സോ അപ്പോൾ സവാള, തക്കാളി, പച്ചമുളക്, നാരങ്ങ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. സിമ്പിളെല്ലാം റെഡിയാക്കി കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യണം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് കട്ട് ചെയ്ത് അതിനെ ക്ലീനാക്കി വെക്കുക. പിന്നീട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള വഴറ്റി തുടങ്ങിയിട്ട് ശേഷമാണ് ഈ പച്ചമുളക് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്, തക്കാളി കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ റെഡിയാക്കി സൈഡിൽ വെക്കുക. സൈഡിൽ വെച്ച ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യമേ നമ്മുടെ ഗാർലിക്കും പച്ചമുളകും, ഗാർലിക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം സവാള, തക്കാളി. അപ്പോൾ സവാള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ശകലം പൊടി ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് കുക്കായി കിട്ടും. ഇവന്മാരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മസാലകളൊന്നും ഇട്ടിട്ടില്ല. അതിന് ശേഷം നമ്മൾ മസാലകൾ പയ്യെ ആഡ് ചെയ്യണം കേട്ടോ. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഉപ്പ്, ഒരല്പം കയറ്റിടണം. മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി. കൊറിയാണ്ടർ പൗഡർ ശകലം കൊടുത്താൽ കേട്ടോ. മല്ലിപ്പൊടി ശകലം ചേർത്താൽ മതി. ശകലം പൊടിക്ക് ഗരം മസാല, ആ കൊഞ്ചിൻ്റെ ഇതിൽ ഒരു കിക്ക് കിട്ടാൻ വേണ്ടി ശകലം ഗരം മസാല ചേർക്കണം. ശകലം പിന്നെ കുരുമുളക് പൊടി കേട്ടോ. അത്യാവശ്യം കുരുമുളക് പൊടി ചേർത്തിട്ട് അവനെ കുക്ക് ചെയ്തെടുക്കുക. കോക്കനട്ട് ഓയിൽ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ വേറെ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ നമ്മുടെ തേങ്ങ എണ്ണ ഉപയോഗിച്ചാൽ നല്ലൊരു നമ്മുടെ കേരള ഫ്ലേവർ കിട്ടും. അപ്പം മസാലകൾ നോക്കി ഇട്ട് കൊടുക്കുക. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മസാല കുറവാണോ കൂടുതലാണെന്ന് മനസ്സിലാവും. സോ ആ മസാല റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയാക്കി മാറ്റി വെക്കുക. ആദ്യം നമ്മൾ സീ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മസാല ഫസ്റ്റ് റെഡിയാക്കുക. ഇതിനകത്തിലിട്ട് കുക്ക് ചെയ്യാൻ പോകല്ല. ആദ്യം തന്നെ മസാല ഫുള്ള് വഴറ്റിയ ശേഷം മാത്രം നമ്മുടെ സീ ഫുഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സീ ഫുഡിൻ്റെ ടേസ്റ്റ് അവിടെ തന്നെ കിട്ടും. ഈ കൊഞ്ച്, ഞണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. കൊഞ്ച്, ഞണ്ട്, മീൻ കറി ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മീനൊക്കെ ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, മീനങ്ങ് ഉടഞ്ഞു പോകും. മീനും കൊഞ്ചും ഒക്കെ അങ്ങ് ഉടഞ്ഞു വല്ലാതായി പോകും. എന്നപ്പം ഞണ്ടായാലും അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ ഫസ്റ്റ് മസാല റെഡിയാക്കിയ ശേഷം മാത്രം ലാസ്റ്റിൽ ഫിനിഷിങ്ങിലായിരിക്കണം നമ്മുടെ സീ ഫുഡ് ഇട്ട് കൊടുക്കേണ്ടത്. അത് സീ ഫുഡ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം മാറ്റി കുക്ക് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ മസാലകളൊന്നുകൂടി പറയാം. മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ നല്ല എരി ആവശ്യമുള്ളവർക്ക് ശകലം സാധാരണ ചില്ലി പൗഡറും കൂടെ കുറച്ചിടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി ശകലം, പിന്നെ ഗരം മസാല ശകലം, മഞ്ഞൾപ്പൊടി ശകലം, പിന്നെ കുരുമുളക് പൊടി കേട്ടോ. സോ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ.